No one could believe that China had spent tens of billions of dollars to build a super bridge directly on the sea. Once it was opened to traffic, it became the world's first and made countless Chinese people proud. It is the Jiaozhou Bay Bridge, across the Jiaozhou Bay in Qingdao, Shandong. It is 42.23 kilometers long, and once completed, it won the title of the world's longest sea bridge at that time. What is even more amazing is that the two-way waterway of the bridge is 1,046 meters wide and 65 meters high. Even a 10,000-ton giant ship fully loaded with cargo can easily pass under it, and its safety is also unparalleled. The entire bridge was built using 450,000 tons of steel and 2.3 million cubic meters of concrete. It is as strong as a fortress, and strong enough to withstand a magnitude 7 earthquake, a level 12 typhoon, and the collision of a 300,000-ton ship. Its service life is as long as 100 years, which is absolutely incomplete. താമരശ്ശേരി ചുരം പിന്നെ അറിയില്ലേ? താമരശ്ശേരി ചുരം അറിയാത്തവരാരെങ്കിലും ഈ ഭൂമി മലയാളത്തിലുണ്ടോ? ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മൾ എഞ്ചിന് തവിട് കൂടി. അപ്പൊ സുലൈമാൻ പുതിയ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇനിയിപ്പോ എഞ്ചിനീയർ കൊണ്ടൊന്നും താമരശ്ശേരി ചുരം കയറണ്ട. എന്താണ് തമാശയാക്ക്? ഇല്ലപ്പാ, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ്. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 8.2 കിലോമീറ്റർ തുരങ്കപാതയാണ് വരുന്നത്. കോഴിക്കോട് വയനാട് യാത്രയിൽ ലാഭിക്കുന്നത് 1.5 മണിക്കൂർ. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതിക്ക് കിഫ്ബിയാണ് ധനലഭ്യത ഉറപ്പുവരുത്തുന്നത്. ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനം ഓഗസ്റ്റ് 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം.